Pantaloons. I'd like to request Ms. Sangeeta Pendurkar, CEO Pantaloons, to please join Roshan Andrews on stage. Welcome back once again. The category of awards is for Pantaloons Best Actor in a Leading Role. മികച്ച നടൻ മലയാളം സിനിമയിൽ ആരാണ് കഴിഞ്ഞൊരു വർഷം എന്നതാണ് നമ്മളെല്ലാവരുടെയും മനസ്സിലെ ചോദ്യം. കഴിഞ്ഞ ഒരു വർഷത്തിലെ സിനിമകൾ നമ്മളെല്ലാവരും കണ്ടു. ആ സിനിമകളിൽ നിന്നും നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അഭിനേതാവ് ആരാണ്? Let's find out who it is. Roshan Andrews. നിവിൻ പോളി ഫോർ നണ്ടുകളുടെ നാട്ടിലൊരു ഇടവേള. ഒരു പോപ്പുലർ ആക്ടർ അവാർഡ് ഒരു വേദിയിൽ മേടിക്കാൻ കഴിയുന്നത് ഏതൊരു ആക്ടറിനും വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. പക്ഷേ നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഈ അവാർഡ് എനിക്ക് കേരളത്തിലുണ്ടായ ഫ്ലഡ് സമയത്ത് കേരളത്തിലെ ലക്ഷക്കണക്കിന് ആൾക്കാരെ രക്ഷിച്ച മത്സ്യത്തൊഴിലാളികൾക്കും മിലിറ്ററി, നേവി, പോലീസ്, ഫയർ ആൻഡ് സേഫ്റ്റി ഓഫീസേഴ്സിന് ഞാൻ ഈ അവാർഡ് ഡെഡിക്കേറ്റ് ചെയ്യാണ്. അവരാണ് ഏറ്റവും അർഹരായിട്ടുള്ളത്. കേരളം തിരിച്ചു വരും ശക്തിയോടെ. എല്ലാ പ്രാർത്ഥനകളും കേരളത്തിൻ്റെ കൂടെ ഉണ്ടാവണം. താങ്ക് യു. Thank you very much, Sangeeta ji. Thank you for joining us on stage. അപ്പം റോഷനും നിവിനും സ്റ്റേജിൽ ഒരുമിച്ച് നിൽക്കുമ്പോൾ നിങ്ങളൊന്നും പോവല്ലേ? വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു ചോദ്യം എനിക്ക് ചോദിക്കാനുണ്ട്. നിങ്ങൾ തമ്മിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയൊരു അന്തർധാര ഇപ്പോൾ നടക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. അതിനെക്കുറിച്ച് എന്തെങ്കിലും നമ്മൾ ചോദിക്കണ്ടേ? ഈ രണ്ടുപേരും സ്റ്റേജിൽ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് ഞാൻ എന്തിനെ കുറിച്ചാണ് പറയുന്നതെന്ന് മനസ്സിലായോ? ഒരു കള്ളന്റെ ലക്ഷണമൊക്കെ നിവിന് വന്നു തുടങ്ങി. പണ്ടൊക്കെ നിവിന്റെ മുഖത്ത് നോക്കുമ്പോൾ ദ ബോയ് നെക്സ്റ്റ് ഡോർ, ഒരു നിഷ്കളങ്കൻ, ഒരു നല്ല കുട്ടി. പക്ഷെ ഇപ്പം കഴിഞ്ഞ കുറച്ച് നാളായിട്ട് ഒരു കള്ളത്തരം അത് വന്നു തുടങ്ങി. അപ്പൊ അതെന്താണ് സംഭവം നിങ്ങളൊക്കെ ആലോചിക്കുന്നുണ്ടാവും. അപ്പൊ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ചോദിക്കുന്നതിന് മുമ്പ് അവരെ ഒന്ന് കാണിച്ചു കൊടുക്കാം. ാണ് അപ്പം നിവിൻ അത് കായംകുളം കൊച്ചിനെയായിട്ട് വരുമ്പം വലിയൊരു ജേർണിയാണ് സിനിമയിൽ. നിവിൻ ദറ്റ് യു ഗോൺ ത്രൂ. മലർവാടി ആർട്സ് ക്ലബിൽ തുടങ്ങിയ ആ ആംഗ്രി യങ് മാനിൽ നിന്നും ആ റൊമാൻറ്റിക് ഹീറോ തട്ടത്തിൻ മറയത്ത്, ആക്ഷൻ ഹീറോ ബിജു, ബാംഗ്ലൂർ ഡേയ്സ്, ഇതൊക്കെ മാറി മറിഞ്ഞ് ഇപ്പോൾ ഇതാ മലയാളികളുടെ മനസ്സിലെ കായംകുളം കൊച്ചുണ്ണി. എന്താണ് തോന്നുന്നത് ആസ് എൻ ആക്ടർ? ഭയങ്കര ഒരു പ്രൗഡ് മൊമെൻ്റാണ് ഇങ്ങനത്തെ ഒരു സിനിമ ചെയ്യാൻ സാധിച്ചാൽ. പ്രത്യേകിച്ച് റോഷൻ ചേട്ടൻ്റെ കൂടെ ബോബി സഞ്ജയുടെ തിരക്കഥയിൽ വളരെ മികച്ചൊരു ക്രൂ സിനിമയുടെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. മലയാളത്തിലെ ഏറ്റവും വലിയ ബഡ്ജറ്റിൽ ഇറങ്ങുന്ന സിനിമയാണ്. അതിന് വേണ്ട എല്ലാ രീതിയിലുള്ള മികച്ച ടെക്നിക്കൽ ടീം ഈ സിനിമയുടെ കൂടെ പ്രവർത്തിച്ചിട്ടുണ്ട്. മലയാളികൾക്ക് എന്നും അഭിമാനിക്കാവുന്ന, മനസ്സിൽ തൊട്ട് പറയാവുന്ന ഒരു സിനിമയായിരിക്കും കായംകുളം കൊച്ചുണ്ണി എന്നുള്ള കാര്യത്തിൽ എനിക്ക് നല്ല ഉറപ്പുണ്ട്. മാത്രമല്ല, നമ്മൾ ചോദിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്, ലാലേട്ടൻ ആ സിനിമയിലെ ഇത്തിക്കരപ്പക്കിയായിട്ട് വരുമ്പോൾ എങ്ങനെയാണ് ആ കോമ്പിനേഷൻ സീൻസ്? ഒരു ഷോട്ട് നമ്മൾ കണ്ടു, ബട്ട് വി ആർ വെയിറ്റിംഗ് ഫോർ ദ മാജിക്. ഹൗ ഇസ് ദാറ്റ് എക്സ്പീരിയൻസ്? ബിക്കോസ് ലാലേട്ടൻ്റെ കൂടെ അഭിനയിച്ചിട്ടുള്ള എല്ലാവർക്കും അറിയാം, അതൊരു ഭയങ്കര വലിയൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. എനിക്കും എൻ്റെ കരിയറിൽ ആദ്യമായിട്ടാണ് ലാലേട്ടൻ്റെ കൂടെ ഒരു സിനിമയിൽ ചെയ്യാൻ സാധിക്കുന്നത്. ഒരു 12 ദിവസം ഞങ്ങളുടെ കൂടെ ഉണ്ടായുള്ളെങ്കിലും എൻ്റെ കരിയറിലെ മികച്ച 12 ദിവസമായിട്ട് ഞാൻ എന്നെ കണക്കാക്കുകയാണ്. ഷൂട്ടിംഗ് സമയത്തും അല്ലാത്തപ്പോഴും പഠിച്ചിട്ടുള്ള അനുഭവങ്ങൾ ഷെയർ ചെയ്തിട്ടുള്ള വേറൊരു ലാലേട്ടനെ ഞങ്ങൾക്ക് കാണാൻ സാധിച്ചു. അതിന് ഒരുപാട് നന്ദി. തിയേറ്ററിൽ ഏറ്റവും കൂടുതൽ തരംഗം സൃഷ്ടിക്കാൻ പോകുന്നത് ലാലേട്ടൻ്റെ സീനുകളിലായിരിക്കുമെന്നും 100% ഉറപ്പാണ്. അപ്പം എന്തായാലും ലാലേട്ടൻ്റെ ആ ഒരു ഇത്തിക്കര പക്കിയുടെ ഒരു ഡയലോഗ് ഞാൻ അങ്ങോട്ട് പറയാം. അതിനൊരു മറു ഡയലോഗ് ഉണ്ട് കൊച്ചുണ്ണിക്ക്, ഓർമ്മയുണ്ടോ? നമുക്ക് നോക്കാം. ഈ പുഴ കടന്ന് നിന്നെ തേടി ആര് വന്നാലും എൻ്റെ മരണത്തെ മറികടന്നേ നിന്നെ തൊടൂ. അങ്ങനത്തെ ഡയലോഗ് സിനിമയിലില്ല. ഇല്ല, ഇങ്ങനെയില്ലേ? ഉണ്ടെന്ന് വിചാരിച്ചോ? ഞാൻ സ്ക്രിപ്റ്റിൽ എഴുതി ബോബി സഞ്ജയന്റെ അടുത്ത് പറഞ്ഞ് ഞാൻ ഇട്ടു. ഇതിനൊരു മറു ഡയലോഗ് പറഞ്ഞു, എന്നെ കൊണ്ട് സ്ക്രിപ്റ്റ് എഴുതിക്കരുത്. ഒന്നുകൂടെ പറയാം. മറ്റേ യൂട്യൂബിലൊക്കെ ആൾക്കാർ ഓരോന്ന് ഇട്ടുകൊണ്ടിരിക്കുക. കുറെ സാധനമുണ്ട്. ഇങ്ങനെ ഒരു ഡയലോഗ് ബോബി സഞ്ജയ് എഴുതില്ല. ഇല്ല. അപ്പൊ രഞ്ജിനി തമാശക്ക് വേണ്ടി പറഞ്ഞോട്ടെ, എന്റെ റോഷൻ അപ്പുറത്ത് നിൽക്ക്. ഞാൻ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുക്കും. എന്നെയാണോ ലാലേട്ടനാണോ? ലാലേട്ടൻ. ഓക്കെ, ഈ ഉമ്മയുടെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ ഒരു കാര്യം ഒരാളോട് ഒന്ന് ദൂരെ നിന്ന് ചോദിക്കണം. ആരാന്ന് മനസ്സിലായോ ഉമ്മയുടെ കാര്യം എന്ന് പറഞ്ഞപ്പോ? അതെ, അവിടെ ഇരിക്കുന്നു. ഈ ഐശ്വര്യ ടൊവിനോനെ വഴിതെറ്റിച്ചു. മായാനദിയിൽ തുടങ്ങിയ ആ ഉമ്മ വെപ്പ് ഇതുവരെ നിർത്തിയിട്ടില്ല.
എല്ലാ സിനിമയിലും കയറി അങ്ങ് പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് മുന്നേ ചെയ്തിട്ടുണ്ടോ? അവനതൊരു ശീലമാണല്ലേ? ഓക്കെ, അപ്പൊ സോറി, നിന്റെ തെറ്റല്ല, ടൊവിനോ ആണ് പ്രശ്നക്കാരൻ. ഓക്കെ, അപ്പം ഒരു ചെറിയ കാര്യം കൂടെ പറഞ്ഞ് ഞാൻ ഇവിടെ പാക്കപ്പ് ചെയ്യാം. അപ്പം കായംകുളം കൊച്ചിനക്ക് വേണ്ടി കുറെ ഫിസിക്കൽ ട്രെയിനിങ് കൈയൊക്കെ ഓടിച്ചിട്ടുണ്ടെന്നൊക്കെ എനിക്കറിയാം ഈ സിനിമയുടെ ഭാഗമായിട്ട്. അപ്പം കളരി പഠിച്ചു. കളരി അങ്ങനെ പ്രോപ്പറായിട്ടൊന്നും പഠിക്കാൻ പറ്റുന്നൊരു കാര്യമില്ല അത്ര എളുപ്പം. കാരണം 5-8 വർഷം എല്ലാവരും പ്രാക്ടീസ് ചെയ്യുന്ന സംഭവമാണ്. നമുക്ക് സമയം വളരെ കുറവായിരുന്നു കളരിയൊക്കെ പഠിക്കാൻ. അപ്പോൾ ഇതിനു മുമ്പ് ഹേ ജൂഡ് എന്ന് പറഞ്ഞ സിനിമയുടെ ഷൂട്ടിലായിരുന്നു. അപ്പോൾ അതിൻ്റെ ഷൂട്ടിങ്ങിന് മുമ്പും പിൻപും പിന്നെ ഇതിൻ്റെ ഷൂട്ടിംഗ് കഴിഞ്ഞിട്ടുള്ള സമയങ്ങളിൽ മാത്രമാണ് കളരി പ്രാക്ടീസ് ചെയ്യാൻ സാധിച്ചിട്ടുള്ളൂ. അതങ്ങനെയാണ്. അപ്പോൾ ഒരു ചെറിയൊരു നമുക്ക് എന്നാലും വല്ല ഓർമ്മയുണ്ടോ നോക്കാൻ വേണ്ടി ഞാനൊരു വടി തരാം. അത് ഇങ്ങനെ 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 ഒന്ന് ആക്കി തന്നാൽ നമുക്ക് ഇപ്പൊ എനിക്കൊരു വടി തരുമോ? സംബഡി ഗിവ് മീ കായംകുളം കൊച്ചുണ്ണിക്ക് ആ വടി. വടിയൊന്നുമില്ല. ആ കൊച്ചല്ല, പെൺകുട്ടിയല്ല, പെൺകുട്ടിയുടെ കയ്യിലുള്ള വടി, മറ്റേ ആ അമ്മായിക്കത്ത. അപ്പൊ നല്ലൊരു കൈയടിച്ചേ. നമുക്ക് കായം കൊച്ചുണ്ണിയുടെ ഒരു ചെറിയ പ്രകടനം ഹോപ്പ്ഫുള്ളി ഇവിടെ നടക്കും. ഞങ്ങൾക്ക് മാറി നിൽക്കാം.